ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു മിനി സമൂസയാണ്, ഒരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്സ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഹാഫ് കപ്പ് ആട്ട ഗോതമ്പ് മാവാണ് ഇടുന്നത്. ഒരു വലിയ സ്പൂണ് മൈദ ഇട്ടിട്ടുണ്ട്. പുറം ഭാഗം നമുക്ക് ക്രിസ്പി ആയി കിട്ടണ്ടേ, അപ്പോൾ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ഓയില്, ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ടാവും. റിഫൈൻഡ് ഓയിലാണ്. ഇനി ആദ്യം കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പെനച്ചതിന് ശേഷം കുറേശ്ശെ മാത്രം വെള്ളം തളിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അത് നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതോടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ സവാള വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. ഇതിൽ വേണമെച്ചാൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇടാം, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനത്തെ ഐറ്റംസ് ഇടാം. വെറും ഉരുളക്കിഴങ്ങ് ഉള്ളി ചേർത്തിട്ട് വയ്ക്കാം. പിന്നെ ചിക്കൻ ഇടാം, പിന്നെന്താ പനീർ, എല്ലാം ചേർക്കാം കേട്ടോ. എന്ത് വേണമെച്ചാൽ ചേർക്കാം. വെറും സവാള, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി വെച്ചിട്ടൊരു ഏറ്റവും സിമ്പിളസ്റ്റ് ഫോം ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഇവിടെ ഉണ്ടാക്കണം. അത് ഏറ്റവും ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ നുറുക്കിയ ഉള്ളികൾ ഇടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ ചോപ്പറിൽ ഇടാം. നല്ല ചെറുതാക്കി ചോപ്പായി വന്നിട്ടുണ്ട്. ഉള്ളിയിൽ വെറ്റ്നസ് ഉണ്ടാവും. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മൾ ആ സമോസയുടെ ഷീറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിൽ എന്ത് ചെയ്യണം വെച്ചാൽ കുറച്ച് ഉപ്പ് ഇതിൽ സ്പ്രെഡ് ചെയ്യുക. കുറച്ച് മാത്രം ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ടൊരു 10-20 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇതിന്ന് വെള്ളം ഇറങ്ങി വരും. അത് നമുക്ക് പിഴിഞ്ഞ് മാറ്റിക്കളയണം. എനിക്ക് വേണ്ടതാണ് മല്ലിയില. അത് നല്ല ചെറുതാക്കി ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നന്നായി ഇതിൽ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി നന്നായി ഒരു ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ തുടച്ചെടുക്കണം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു 20 മിനിറ്റോളം ഉള്ളി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞ് ഇതിലത്തെ വെള്ളം കളയാം കേട്ടോ. നമ്മളിങ്ങനെ കൈ കൊണ്ട് പിഴിയുമ്പോൾ കണ്ട ഈ വെള്ളം നമ്മൾ ഇതാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഉള്ളി ഇടും. ഇത്ര വെള്ളവും ഉള്ളിയിൽ നിന്ന് വന്നതാണ്. ഇനി ഉപ്പ് നോക്കിയിട്ടേ ഇടണ്ടു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഉപ്പ് ഓൾറെഡി ഇടുക കാരണം ഉള്ളി അത് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇനി ഫില്ലിങ്ങിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ മുന്നേ കൂട്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, കറിവേപ്പില, മല്ലിയിലൊക്കെ ഓൾറെഡി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ടു. പച്ചമുളക് ഞാൻ ഇടുന്നില്ല, വേണ്ടവർക്ക് ഇടാം കേട്ടോ. 1/4 ടീസ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂണ് ഗരം മസാല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം കേട്ടോ. ആട്ടയും ഇതൊക്കെ കുഴച്ചെടുക്കുമ്പോൾ അതിൽ ഇട്ടുമല്ലോ, ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി ബാറ്റർ പരത്തൽ, അത് ചുട്ടെടുക്കൽ, അതൊക്കെ ചെയ്യാം. അതിന് ശേഷമാണ് ഫില്ലിങ് നിറയ്ക്കൽ. ഈ വലിപ്പത്തിലൊരു ഉരുളെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തടവിട്ട് വേണം നമുക്ക് പരത്താൻ. സാധാരണത്തെ പോലെ പൊടി ഇട്ടിട്ടല്ല പരത്തേണ്ടത്. എണ്ണ ഇട്ടിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ കനം കുറഞ്ഞു വന്നാലാണ് നമ്മുടെ ഔട്ടർ ഭാഗം, അതായത് ഫില്ലിങ് നിറയ്ക്കുമ്പോൾ ഔട്ടർ പാർട്ടാണല്ലോ ഇപ്പോൾ ഇത്,
ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഇപ്പോൾ നമ്മൾ ഫില്ലിങ് നിറയ്ക്കുന്നത്. ഈ ഭാഗം നന്നായിട്ട് ക്രിസ്പായിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ സമൂസ നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവുള്ളൂ. ഇതൊന്ന് നോക്കിയിട്ട് ഒട്ടിപ്പിടിക്കാതെയും പൊട്ടിപ്പോവാതെയും നല്ല പരത്തിയെടുക്കുക. അപ്പോൾ മിനി സമോസ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പാകത്തിന് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് ചുട്ടെടുക്കണം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. വെച്ചിട്ട് ഇതിൽ നമുക്ക് രണ്ട് പുറം ഒന്ന് ചുട്ടെടുക്കാം. വല്ലാതെ ബ്രൗൺ കളറൊന്നും ആക്കണ്ട, സാധാരണ ചപ്പാത്തി പോലെ. ഇവിടെ ഒന്ന് ചൂടായി ഇതായി വരുമ്പോഴേക്ക് മറിച്ചിടുക. അങ്ങനെ രണ്ട് ഭാഗവും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് രണ്ട് ഭാഗവും ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് ചുട്ടെടുക്കുക. ഈ ഒരു ഇതേ വേണ്ടുള്ളൂ, ഇത്രേ വേണ്ടു കേട്ടോ. ഒക്കെ ഉണ്ടാവല്ലാതെ ഈ ഒരു മെത്തേഡിൽ എല്ലാം നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗമ്മ് ഉണ്ടാക്കണം, തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള ബാറ്ററിന് ഞാനൊരു 2 ടീസ്പൂണ് മൈദ എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊരു പശ പോലെ ആക്കി വെക്കാം നമുക്ക്. ഇത്ര മതി. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, അതെല്ലാം ഒരു 4 പീസാക്കാം. കറക്റ്റ് നടു നോക്കിയിട്ട് ആദ്യം ഇങ്ങനെ ഒരു കട്ട് ചെയ്യുക. അതിന് ശേഷം എല്ലാം തുല്യ അളവാവണേ. അങ്ങനെ എല്ലാം ഒരു 4 പീസ് എല്ലാം ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഫില്ലിങ് നിറയ്ക്കലും ഫോൾഡിങ്ങും എങ്ങനെയെന്നുള്ളതാണ്, സിമ്പിളാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഈ കർവായിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഈ ഗമ്മ് മൈദയുടെ ഇതുണ്ടല്ലോ, അത് ആദ്യം നമ്മളൊന്ന് അങ്ങനെ പുരട്ടുക. അതിന് ശേഷം ഇതിനെ ഇങ്ങോട്ട് മടക്കുക. ഈ ഭാഗത്തും തേക്കുക. ഈ കർവ് ഭാഗം അങ്ങനെ തേക്കണം കേട്ടോ. 2 പുറത്തേക്ക് ആവേണ്ടതാണ്, എവിടെ ഒരു ഗ്യാപ്പ് പാടില്ല. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. ഇതിനെ ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇവിടെ ഒരു കോണായിട്ട് വരും, കണ്ടോ. ഇവിടെ ഈ ഓട്ടയ്ക്ക് അടയ്ക്കണം, അങ്ങനെ കോണായി വരും. ഗമ്മ് നേരെ ഇതായി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായി ഒട്ടും ഉള്ളിലേക്ക്. ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി ഇതല്ലേ തുമ്പല്ലേ അങ്ങ് ഇതാക്കുന്നുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കുക. ചെറിയൊരു കുട്ടി സ്പൂണ് വെച്ചിട്ട് വേണം, ഇത്രയേ ഉള്ളൂ. അതാണ് മിനി സമോസയെ കാരണം ചെറിയൊരു സ്പൂണ് വെച്ചിട്ട് മെല്ലെ വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഫില്ലിങ് വല്ലാതെ പൊട്ടിപ്പോരുന്ന രീതിയിൽ കുത്തി നിറക്കരുത്. അതിന് ശേഷം ഈ തുറന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഈ ഭാഗത്തും നമ്മൾ ഈ ഗമ്മാന്ന് പറയുകയാണ്, മൈദയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ ലോക്ക് ചെയ്യാം മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സമൂസ റെഡി ആയി. കണ്ടോ, എളുപ്പമാണ്. ഇതിൽ ഉള്ളിയുടെ മാത്രം ഫില്ലിംഗ് ആയിട്ട് ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കുറച്ചൊക്കെ ഫില്ല് ചെയ്തിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഞാൻ ചെയ്യണില്ല. ഇപ്പം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഡബ്ബയിൽ ഈ ഷീറ്റ്സ് ഉണ്ടല്ലോ, ഇതിങ്ങനെ എടുത്ത് വെക്കാം. ഇതിൻ്റെ മസാലയും എടുത്ത് വെക്കാം കേട്ടോ. മസാലയും കുറച്ചുണ്ട്, ഇതും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എയർ ടൈറ്റ് ഡബ്ബയിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തേക്ക് നമുക്ക് ആദ്യം ഫില്ലിംഗ് ഉണ്ടാക്കും പരത്തും ഒന്നും വേണ്ട, ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പറയട്ടെ വെച്ചിട്ട് ഇതായതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചു എണ്ണ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കൂ കേട്ടോ. എല്ലാം വേണം മറിച്ചിടാൻ. അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.